Hi guys, welcome to Excel Community. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൂളാണ് എക്സസ് വൈപ്സ് എന്നുള്ളത്. ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത് ഒരു വെബ് ആപ്ലിക്കേഷനിൽ കണ്ടെയ്ൻ ചെയ്യുന്ന എക്സസസ് അഥവാ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് അറ്റാക്ക് വൾനറബിലിറ്റിയെ കണ്ടെത്താനായിട്ടാണ്. ഇത് വാസ്പ് ടോപ്പ് 10 തന്നെ തേർഡ് കാറ്റഗറി ആയിട്ടുള്ള ഇഞ്ചക്ഷനിൽ വരുന്ന ഒരു വൾനറബിലിറ്റിയാണ്. ഇതിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമുക്ക് എക്സസസ് സ്ട്രൈക്ക്, ഡാൽ ഫോക്സ് എന്നിങ്ങനെയുള്ള മറ്റു പല ടൂൾസും അവൈലബിൾ ആണ്. ആ ടൂൾസിൽ നിന്ന് എക്സസ് വൈപ്സ് വ്യത്യസ്തമാകുന്നത് ഈ ഒരു ടൂൾ മെയിനായിട്ട് എല്ലാ പേലോഡ്സിനെയും എല്ലാ എക്സസസ് പേലോഡ്സിനെയും ചെക്ക് ചെയ്യുന്നില്ല, പകരം അവിടെ വർക്ക് ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ള പേലോഡ്സിന് മാത്രമാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഇതാണ് എക്സസ് വൈപ്സിൻ്റെ ഒരു ഗിറ്റ്ഹബ് റെപ്പോസിറ്ററി. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഗിറ്റ്ഹബിൽ നിന്ന് നമ്മുടെ കാളി ലിനക്സിലേക്ക് ഈ ഒരു ടൂളിനെ ഇൻക്ലൂഡ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഇതിൻ്റെ റെപ്പോസിറ്ററി ഇവിടെ കോപ്പി ചെയ്യുന്നുണ്ട്. റെപ്പോസിറ്ററി കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഗിറ്റ് ക്ലോൺ, അതിനുശേഷം നമ്മൾ ഈ ഒരു എക്സസ് വൈപ്സിൻ്റെ ഈ ഒരു ലിങ്ക് ഗിറ്റ്ഹബ് റെപ്പോസിറ്ററി പ്രൊവൈഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാളി ലിനക്സിലേക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു എക്സസ് വൈപ്സ് ആഡഡ് ആവും. സോ എന്നിട്ട് ഈ ഒരു എക്സസ് വൈപ്സ് എന്ന് പറഞ്ഞ ഡയറക്ടറിയിലേക്ക് നമുക്കൊന്ന് സ്വിച്ച് ചെയ്ത് LS ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനുള്ള എല്ലാ ഫയൽസും കാണാനായിട്ട് കഴിയും. ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നതാണ് എക്സസ് വൈപ്സിനെ റൺ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫയലാണ് main.py എന്ന് പറഞ്ഞ ഫയലാണ്. അപ്പോൾ ഇതൊരു പൈത്തൺ ഫയൽ ആയതുകൊണ്ട് തന്നെ അതിന് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് python 3 main.py എന്ന് പ്രൊവൈഡ് ചെയ്യാം. ഇതിൻ്റെ ഹെൽപ്പ് മെനു നമുക്ക് ഏതൊരു ടൂളിനും ഹെൽപ്പ് മെനു ഉണ്ടായിരിക്കും. അതിനെ ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യും, ഹെൽപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ അതിലൂടെ ഈ ഒരു ടൂളിൽ ഉപയോഗിക്കാവുന്ന എല്ലാ ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആകും. ഞാനിവിടെ ഹെൽപ്പ് എന്ന് പ്രൊവൈഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു എക്സസ് വൈപ്സിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന എല്ലാ ഓപ്ഷൻസും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ എക്സസ് വൈപ്സിൽ നമുക്കൊരു ടാർഗറ്റ് സ്പെസിഫൈ ചെയ്യണം. എനിക്കിവിടെ ഒരു ടാർഗറ്റ് URL ആണ് സ്പെസിഫൈ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ എന്ത് ചെയ്യാം, എക്സസ് വൈപ്സ് സ്പെസിഫൈ ചെയ്യാനായിട്ട് python 3 main.py എന്ന് പറഞ്ഞുള്ള ഈ ഓപ്ഷൻ യൂസ് ചെയ്യുക. ടാർഗറ്റ് URL പ്രൊവൈഡ് ചെയ്യാനായിട്ട് -u എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം നമ്മൾ ടാർഗറ്റ് URL പ്രൊവൈഡ് ചെയ്യുക. ടാർഗറ്റ് URL പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടാർഗറ്റ് ഡൊമെയിനിൽ ഈ ഒരു പാരാമീറ്റർ ഓൾറെഡി ഇൻക്ലൂഡഡ് ആയിരിക്കണം. അപ്പോൾ പാരാമീറ്റേഴ്സ് എങ്ങനെ ഡിസ്കവർ ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും, മറ്റൊരു റീകോൺ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു പാരാമീറ്റർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. cat = എന്ന് പറഞ്ഞ പാരാമീറ്ററാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. test.php vulnerweb.com എന്ന് പറഞ്ഞുള്ള ഡൊമെയിനിലെ cat = എന്ന് പറഞ്ഞ പാരാമീറ്ററാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാരാമീറ്ററിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു പാരാമീറ്റർ ഇവിടെ കോപ്പി ചെയ്യുന്നുണ്ട്. കോപ്പി ചെയ്തതിന് ശേഷം ഞാനിവിടെ എന്ത് ചെയ്യണം, -u ശേഷം എനിക്ക് ഏതൊരു URL ആണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതൊരു പാരാമീറ്ററിനെയാണോ ടെസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു പാരാമീറ്ററിന് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആ ഒരു ഡൊമെയിൻ ഞാനിവിടെ പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഡബിൾ കോട്ട്സിനുള്ളിലാണ് ഇതിനെ പേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളൊരു പാരാമീറ്റർ അല്ലെങ്കിൽ ഒരു എൻറ്റയർ URL പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡബിൾ കോട്ട്സിലോ അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സിന് ഉള്ളിലായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് എറർ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി ഞാനിതിന് എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സസ് വൈപ്സ് എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി ഇവിടെ ഡിറ്റക്ട് ചെയ്തു ഏത് പാരാമീറ്ററാണ് ഞാൻ പ്രൊവൈഡ് ചെയ്ത URL ഏതാണ് പാരാമീറ്റർ എന്നുള്ളത്. അത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. cat എന്ന് പറഞ്ഞ പാരാമീറ്ററാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. cat എന്ന് പറഞ്ഞ പാരാമീറ്റർ ടെസ്റ്റ് ചെയ്യേണ്ടത് ഡിറ്റക്ട് ചെയ്തതിന് ശേഷം അതിനവിടെ പേലോഡ്സ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സസ് വൈപ്സ് എന്ത് ചെയ്യാണ്, ഇവിടെ പല മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ റിക്വസ്റ്റ് സെൻഡ് ചെയ്യണം വെബ് സെർവറിലേക്ക്. ഉദാഹരണത്തിന് > സിംഗിൾ കോഡ്, ഡബിൾ കോഡ്, // പോലുള്ള ക്യാരക്ടേഴ്സിൻ്റെ റിക്വസ്റ്റ് ഇവിടെ സെൻഡ് ചെയ്യുകയാണ്. അങ്ങനെ റിക്വസ്റ്റ് ആ ഒരു വെബ് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നതിലൂടെ അതിൻ്റെ റെസ്പോൺസിന് എന്ത് ചെയ്യുകയാണ്, ഈ ഒരു എക്സസ് വൈപ്സ് അനലൈസ് ചെയ്യുകയാണ്. അതിൽ നിന്ന് എലൗഡ് ആയിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഏതാണെന്നും ഡിനൈഡ് ആയിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഏതാണെന്നും എക്സസ് വൈപ്സ് ഓട്ടോമാറ്റിക്കലി ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിൽ എലൗഡ് ആയിരിക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ പേലോഡ്സിനെ മാത്രമായിട്ട് എക്സസ് വൈപ്സ് സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷം അതിനെ മാത്രമായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, എക്സസ് വൈപ്സ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പേലോഡ്സ് എല്ലാം ഉള്ളത് paloads.json എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയലിലാണ്. അത് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ ബേസിക്കലി ഈ ഒരു payload.json നിന്ന് ഈ അലൗഡ് ആയിരിക്കുന്ന ഈ cat എന്ന് പറഞ്ഞ പാരാമീറ്ററിൽ അലൗഡ് ആയിരിക്കുന്ന ഈ ഒരു ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പേലോഡ്സിനെ മാത്രം സോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ടെസ്റ്റ് ചെയ്തതിൽ നമുക്കിവിടെ റെഡ് കളറിൽ കുറച്ച് കമ്പോണൻസ് കാണാനായിട്ട് കഴിയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഈ ഒരു ടാർഗറ്റ് വൾണറബിൾ ആണ് എക്സസ് അറ്റാക്കിന് എന്നുള്ളത്. അത് ഏത് പാരാമീറ്റർ ആയിരുന്നു, cat എന്ന് പറഞ്ഞ പാരാമീറ്ററാണ്. ഏത് പേലോഡിനായിരുന്നു ഈ ഒരു എക്സസ് വൈപ്സ് വൾണറബിൾ ആയിരിക്കുന്നത്, ഈ ഒരു പേലോഡിനായിട്ടാണ് എക്സസ് വൈപ്സ് വൾണറബിൾ ആയിരിക്കുന്നത് അല്ലേ. സോ അതിൻ്റെ എൻ്റയർ URL നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു എൻ്റയർ URL കോപ്പി ചെയ്യാണ്. ഇത് കോപ്പി ചെയ്തതിന് ശേഷം ഞാനിവിടെ ഫയർഫോക്സിൽ അത് പേസ്റ്റ് ചെയ്യണം. സോ നമുക്ക് നോക്കാം
ഇത് കറൻ്റ്ലി ഈ ഒരു വെബ് ആപ്ലിക്കേഷൻ വൾണറബിൾ ആണോ എന്നുള്ളത്. സോ നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്, ഇവിടെ ഒരു അലേർട്ട് ബോക്സ് പോപ്പപ്പ് ആയിട്ടുണ്ട്, വിച്ച് മീൻസ് ഇവിടെ മലീഷ്യസ് ആയിട്ടുള്ള ഒരു ജാവാ സ്ക്രിപ്റ്റ് ഇവിടെ നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാം, അഥവാ ഒരു XSS പേലോഡ് നമുക്കിവിടെ ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് സക്സസ്ഫുള്ളായി. സോ ഈ ഒരു ടാർഗറ്റ് ചെയ്യേണ്ട ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് testphp-vulnerweb.com ആണ്. ഇത് ഓൾറെഡി വൾണറബിൾ ആയിരിക്കുന്ന ഒരു വെബ് ആപ്ലിക്കേഷനാണ്. ഇതിനുള്ളിൽ പല പാരാമീറ്റേഴ്സും കണ്ടെയ്ൻ ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഉപയോഗിച്ച കാറ്റ് പാരാമീറ്റർ മാത്രമല്ല, അത് നമുക്കിവിടെ കാറ്റഗറീസ് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് കാറ്റ് എന്ന് പറഞ്ഞ പാരാമീറ്റർ. അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒന്ന് കാണാൻ കഴിയും. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരാമീറ്റർ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം URL കാണാവുന്നതാണ്, ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ പാരാമീറ്റർ. സോ ഇതിനെല്ലാത്തിനെയും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി ഇതൊഴികെ നമുക്ക് ആമസോണിൽ സെർച്ച് ബാർ ഉണ്ടല്ലേ, ആ ഒരു സെർച്ച് ബാറിൽ പലപ്പോഴും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ URL ശ്രദ്ധിച്ചാൽ അറിയാം അതിൽ പല പാരാമീറ്റേഴ്സ് വരുന്നത്. അതുപോലെ ഫ്ലിപ്കാർട്ടിലുണ്ട്, അങ്ങനെ ഓരോ വെബ് ആപ്ലിക്കേഷനും പല പാരാമീറ്റേഴ്സ് ആയിട്ടുണ്ട്. സോ ആ ഒരു പാരാമീറ്റേഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു XSS വൈബ്സിൻ്റെ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. സോ അതിനായിട്ടുള്ള ഈ ഒരു പാരാമീറ്റേഴ്സിന് നമ്മൾ ഡിസ്കവർ ചെയ്യാനായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളിനി ചെയ്യുന്നതായിരിക്കും. സോ എനിക്ക് നമ്മളൊരു ടാർഗറ്റ്, ഒരു സിംഗിൾ ആയിട്ടുള്ള ടാർഗറ്റ് URL പ്രൊവൈഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്താൽ മതി, -u എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇവിടെ ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഇൻ കേസ് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡൊമെയിൻസ് അഥവാ URLs പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഡൊമെയിൻസിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഉപയോഗിക്കാവുന്ന ഒരു ഓപ്ഷനാണ്, ഒരു ഫയലിലേക്ക് ഉപയോഗിക്കാവുന്ന ഓപ്ഷനാണ് -f എന്നുള്ളത്. അപ്പോൾ -f അതിനുശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു ടാർഗറ്റ് ഫയൽ പ്രൊവൈഡ് ചെയ്താൽ മതി. സോ ആ ഒരു ടാർഗറ്റ് ഫയലിൽ എന്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കണം, ആ ഒരു ടാർഗറ്റ് ഫയലിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ URLസും അതിൻ്റെ പാരാമീറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ആ ഒരു ഫയലിലെ എല്ലാ പാരാമീറ്റേഴ്സിലേക്കും എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ ഞാനിവിടെ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഞാനൊരു ഫയൽ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഫയലിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ testphp തന്നെ 2 പാരാമീറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആമസോണിൽ നിന്നും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നും ഞാനിവിടെ 2 പാരാമീറ്റേഴ്സ് എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ വെബ് ആപ്ലിക്കേഷനുള്ള എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഞാനിവിടെ എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ട് ഇവിടെ ഒരു 4 പാരാമീറ്റേഴ്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. സോ നമുക്കിതിനൊന്ന് സേവ് ചെയ്യാം. ഞാനിതിന് ആ ഒരു ടൂളുള്ള അതേ സെയിം ഡയറക്ടറിയിലേക്ക് തന്നെ സേവ് ചെയ്യുകയാണ്. അതിനൊരു നെയിം കൊടുക്കുകയാണ്, targets.txt എന്നുള്ള ഒരു നെയിമാണ്. target.txt എന്നുള്ള നെയിം പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ആ ഒരു -u ശേഷം ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുകയാണ്. -u അല്ല, സോറി, -f ശേഷം ഞാനിവിടെ മെൻഷൻ ചെയ്യുകയാണ് ആ ഒരു target.txt എന്ന് പറഞ്ഞ ഫയൽ. അപ്പോൾ ഈ ഒരു ഫയലിനുള്ളിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഓരോ URLസിനെ ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്, ഓരോ പാരാമീറ്റേഴ്സിനെ ആയിരിക്കും ഇവിടെ XSS വൈബ്സ് ടെസ്റ്റ് ചെയ്യുന്നത്. ഞാനിവിടെ ജസ്റ്റ് എൻ്റർ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. എൻ്റർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാവുന്നതാണ്, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ amazon.in ഈ ഒരു പാരാമീറ്റർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, K എന്ന് പറഞ്ഞ പാരാമീറ്റർ. അത് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ കാണാനായിട്ട് കഴിഞ്ഞു ഈ ഒരു ടാർഗറ്റ് എന്തല്ല, വൾണറബിൾ അല്ല എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ ഒരു പാരാമീറ്റർ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തിട്ടുള്ളതാണ് Q എന്ന് പറഞ്ഞ പാരാമീറ്റർ. ആ ഒരു Q എന്ന് പറഞ്ഞ പാരാമീറ്ററിൽ നമ്മളിവിടെ ഫ്ലിപ്കാർട്ടിൽ നോക്കുമ്പോൾ ഇവിടെ കുറച്ച് ക്യാരക്ടേഴ്സ് എല്ലാം ഇവിടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ, സിംഗിൾ കോഡ്, ഡബിൾ കോഡ്, സ്ലാഷ് പോലുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് എന്തായിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൻ്റെ വെബ് സെർവർ റെസ്പോൺസിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മീനിങ് എന്താണ്, ഈ ഒരു ക്യാരക്ടേഴ്സ് ഫ്ലിപ്കാർട്ടിൽ അലൗഡ് ആണ്. സോ ഇത് വെച്ചിട്ടുള്ള പേലോഡ്സ് ആയിരിക്കും paylords.json എന്ന് പറഞ്ഞുള്ള ഈ ഒരു ഫയലിൽ നിന്ന് XSS വൈബ്സ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ paylords.json ഉള്ള ആ ഒരു പേലോഡ്സ് വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ കറൻ്റ്ലി ഈ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ വെബ് ആപ്ലിക്കേഷൻ ഈ ഒരു പേലോഡ്സിന് വൾണറബിൾ അല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്ത URL ഉള്ളതാണ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ പാരാമീറ്റർ. സോ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ പാരാമീറ്റർ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ അതുകൊണ്ട് XSS വൈബ്സ് ഡിറ്റക്ട് ചെയ്തു. അതിനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ എന്തായിരുന്നു, അതും വൾണറബിൾ അല്ല. സോ പിന്നെ നെക്സ്റ്റ് പാരാമീറ്റർ ആയിരുന്നു ഇവിടെ cat = എന്ന് പറഞ്ഞ പാരാമീറ്റർ. സോ cat = എന്ന് പറഞ്ഞ പാരാമീറ്റർ ഇവിടെ ഓട്ടോമാറ്റിക്കലി XSS വൈബ്സ് തന്നെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, cat എന്ന് പറഞ്ഞ പാരാമീറ്റർ ആണ് എന്നുള്ളത്. ഇൻ കേസ് ഇവിടെ ഒരു URL തന്നെ മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഓരോ പാരാമീറ്റേഴ്സിനെയും XSS വൈബ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ആ ഓരോ പാരാമീറ്റേഴ്സിനെയും എന്ത് ചെയ്യും, XSS വൈബ്സ് ഇവിടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ കറൻ്റ് XSS വൈബ്സ് ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത് cat എന്ന് പറഞ്ഞ പാരാമീറ്ററാണ്. സോ മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സിനെ ഡിറ്റക്ട് ചെയ്തിട്ട് അവ ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ ഇവിടെ ഒരു സിംഗിൾ പാരാമീറ്ററിൽ ഈ ഒരു URL ഉള്ളൂ, അതിനെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അതിലെ ക്യാരക്ടേഴ്സ് അലൗഡ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു അലൗഡ് ആയിരിക്കുന്ന ക്യാരക്ടേഴ്സിനെ paylords.json ഫയലിൽ നിന്ന് അതിൻ്റെ പേലോഡ്സിനെ സോർട്ട് ചെയ്തിട്ട് ഇവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്കിവിടെ എന്ത് പേലോഡ് കിട്ടി, നേരത്തെ പോലെ തന്നെ നമുക്കൊരു പേലോഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വെബ് ആപ്ലിക്കേഷൻ്റെ ഈ ഒരു cat എന്ന് പറഞ്ഞ പാരാമീറ്റർ ഈ ഒരു പേലോഡിന് വൾണറബിൾ ആണ് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലായി. അതിൻ്റെ എൻ്റെയർ URL നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി നമ്മളിപ്പോൾ വെബ് ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ
അത് ഏതൊരു അറ്റാക്ക് ആയിക്കോട്ടെ അതിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വാഫ് അഥവാ ഒരു വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾ കോൺഫിഗർഡ് ആയിരിക്കും. ഇത് കോൺഫിഗർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെബ് ആപ്ലിക്കേഷനിലേക്ക് വരുന്ന അറ്റാക്സിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾ കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. സോ നമ്മളിവിടെ എക്സസ് വൈബ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു വെബ് ആപ്ലിക്കേഷൻ അറ്റാക്ക് ചെയ്യുമ്പോൾ അഥവാ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് അറ്റാക്ക് ചെയ്യുമ്പോൾ അത് ടാർഗറ്റിൽ കണ്ടെയ്ൻ ചെയ്യുന്ന വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾ അഥവാ വാഫ് അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വെബ് ആപ്ലിക്കേഷൻ ഫയർവാളിനായിട്ട് നമുക്ക് ക്ലൗഡ് ഫ്ലയർ അതുപോലെയുള്ള പല ഫയർവാൾസും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. സോ ടാർഗറ്റ് എന്ത് ചെയ്യാം, ഈ ഒരു വെബ് ആപ്ലിക്കേഷൻ ഫയർവാളിനെ കോൺഫിഗർ ചെയ്യാം നമ്മൾ ഈ ഒരു എക്സസ് അറ്റാക്കിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട്. സോ അങ്ങനെയുള്ള സിനാരിയോയിൽ ഈ ഒരു വെബ് ആപ്ലിക്കേഷൻ ഫയർവാളിനെ ഡിറ്റക്ട് ചെയ്യാനും ആ ഒരു ഡിറ്റക്ട് ചെയ്ത വെബ് ആപ്ലിക്കേഷൻ ഫയർവാളിൽ ഉപയോഗിക്കാവുന്ന പേലോഡ്സ് ഡിറ്റക്ട് ചെയ്ത വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾസിൽ യൂസ് ചെയ്യാവുന്ന പേലോഡ്സിനായിട്ട് സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് അതിന് ബൈപ്പാസ് ചെയ്യാനായിട്ടുള്ള പേലോഡ്സിനായിട്ട് സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്, അതിന് മാത്രം ടെസ്റ്റ് ചെയ്യും. സോ ഒരു വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾ ഡിറ്റക്ട് ചെയ്യുന്നു, അതിനെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ ക്ലൗഡ് ഫ്ലെയർ ആണെങ്കിൽ ക്ലൗഡ് ഫ്ലെയറിനെ ബൈപ്പാസ് ചെയ്യാനുള്ള പേലോഡ്സിനവിടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കും. ഇനി ആ ഒരു ക്ലൗഡ് ഫ്ലെയർ ബൈപ്പാസ് ചെയ്യാനുള്ള പേലോഡ്സിൽ ഏതെങ്കിലും ഒന്ന് വർക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ എന്താവും ഷോൺ ചെയ്യും. ഓക്കെ, സോ ഒരു വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾ ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാനും ആ ഒരു വെബ് ആപ്ലിക്കേഷൻ ഫയർവാളിനെ ബൈപ്പാസ് ചെയ്യാനായിട്ടും നമുക്കിവിടെ ഉപയോഗിക്കാവുന്ന ഒരു ഓപ്ഷനാണിത് -വാഫ് എന്നുള്ളത്. ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓരോ തവണയും നമുക്ക് എന്ത് വരും, ഡിറ്റക്റ്റിംഗ് വാഫ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അല്ലേ. ഇവിടെ വാഫ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇവിടെ ഒരു വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടല്ലേ. അങ്ങനെ വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെബ് ആപ്ലിക്കേഷൻ ഫയർവാളിനെ ബൈപ്പാസ് ചെയ്യാനായിട്ടുള്ള പേലോഡ്സ്.json ഫയൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് അതുവഴി ടെസ്റ്റ് ചെയ്ത് നോക്കും. അങ്ങനെ ടെസ്റ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ഇനി നമുക്കിവിടെ കാണാനായിട്ട് കഴിയും വാഫ് പേലോഡ്. നമുക്കിവിടെ കറൻറ്റ്ലി ഇതിനായിട്ടുള്ള പേലോഡ്സ്.json ഫയലില്ല. നമുക്ക് എങ്ങനെ പേലോഡ്സ്.json ഫയൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ വഴി പറഞ്ഞുതരാം. സോ നെക്സ്റ്റ് ആണ് നമുക്കിവിടെ ഉള്ളത് ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു പേലോഡാണല്ലേ. ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ടാർഗറ്റ് URL ആണ്. ഫ്ലിപ്കാർട്ടിൽ ഇവിടെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് വാഫിനെ, വെബ് ആപ്ലിക്കേഷൻ ഫയർവാളിനെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെബ് ആപ്ലിക്കേഷൻ ഫയർവാളിനെ ഡിറ്റക്ട് ചെയ്തതിന് ശേഷം പിന്നീട് അതിനായിട്ടുള്ള ആ ഒരു വെബ് ആപ്ലിക്കേഷൻ ഫയർവാളിനെ ബൈപ്പാസ് ചെയ്യാനുള്ള പേലോഡ്സ് ഇവിടെ എക്സിക്യൂട്ട് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ പാരാമീറ്ററിനെയും ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ എന്താ മനസ്സിലായത്, ഇവിടെ വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾ ഈ ഒരു ടാർഗറ്റ് വെബ് ആപ്ലിക്കേഷൻ ഇല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ആമസോണിലെല്ലാം അവിടെ വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾസ് കണ്ടെയ്ൻ ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു ടെസ്റ്റ് PHP വെബിൽ എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നില്ല, ഒരു വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾ കണ്ടെയ്ൻ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു വെബ് ആപ്ലിക്കേഷൻ ഫയർവാളിനെ കണ്ടെത്തിയാൽ അതിനെ ബൈപ്പാസ് ചെയ്യാനുള്ള പേലോഡ്സിന് മാത്രമായിരിക്കും പിന്നീട് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പേലോഡ്സ്.json ഫയലിൽ നിന്ന് എക്സസ് വൈപ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബൈപ്പാസ് ചെയ്യാനുള്ള പേലോഡ്സ് അവിടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കും. ആ ഒരു പേലോഡ്സിന് ഏതെങ്കിലും ഒരു പേലോഡിൻ്റെ വെബ് ആപ്ലിക്കേഷൻ ഫയർവാളിന് വൾണറബിൾ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, അവിടെ അറ്റാക്ക് ഹാപ്പൻ ചെയ്യും. ഓക്കെ, സോ ഇനി നമുക്കിതിൽ ഉപയോഗിക്കാവുന്ന മറ്റൊരു ഓപ്ഷനാണ് -o എന്നുള്ളത്. അപ്പോൾ -o ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ റിയൽ ടൈം റിസൾട്ടാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തത് ഒരു നാല് പാരാമീറ്റേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു 4 ഡൊമൈൻസ് ആണ്. പക്ഷേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് ഡൊമൈൻസ് ഉണ്ടായിരിക്കും. അതിൽ വേണമെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് ഡൊമൈൻസ് നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യാൻ റൺ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം കുറച്ച് ടൈമൊക്കെ നല്ല രീതിയിൽ പിടിക്കാം. അതിൽ പേലോഡ്സ്.json നമ്മൾ നല്ല രീതിയിൽ അപ് ടു ഡേറ്റഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ മാക്സിമം നമ്മൾ എല്ലാ പേലോഡ്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നല്ലൊരു ടൈം തന്നെ ഇതിൻ്റെ സ്കാനിങ് കംപ്ലീറ്റ് ആവാനായിട്ട് പിടിക്കാം. അതൊരു മണിക്കൂറോ 2 മണിക്കൂർ അതിൽ കൂടുതലോ പിടിക്കാവുന്നതാണ്. അങ്ങനെ ഈ ഒരു സ്കാൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മളിവിടെ ചെയ്ത് വെച്ച ആ ഒരു സ്കാൻ നമ്മൾ അറിയാതെ എന്ത് ചെയ്തു, ഈ ഒരു വിൻഡോ ക്ലിയർ ആയി അല്ലെങ്കിൽ ഈ ഒരു ടെർമിനൽ ക്ലോസ് ആയി, പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ 2-3 മണിക്കൂർ എടുത്ത് ചെയ്ത ആ ഒരു സ്കാൻ പിന്നെയും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നല്ലൊരു പ്രാക്ടീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്കാൻ ചെയ്ത റിസൾട്ടിനെ എന്ത് ചെയ്യുക, ഒരു ഫയലിലേക്ക് എപ്പോഴും സേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ സ്കാൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ ഒരു ഫയലിലേക്ക് സേവ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കാവുന്ന ഒരു ഓപ്ഷനാണ് -o എന്നുള്ളത്. അപ്പോൾ -oക്ക് ശേഷം നമ്മളൊരു ഫയൽ നെയിം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്കാൻ റിസൾട്ടിന് എന്ത് ചെയ്യും, അതൊരു ഫയലിലേക്ക് സേവ് ചെയ്യും. ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് output.txt എന്ന് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ എക്സസ് വൈബ്സ് എന്ത് ചെയ്യും, ഇവിടെ ഞാൻ വാഫിൻ്റെ ഓപ്ഷൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. വാഫിൻ്റെ ഓപ്ഷൻ യൂസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് output.txt എന്നുള്ളത്. സോ ഈ ഒരു output.txt എക്സസ് വൈബ്സിൽ ഇവിടെ ഡിറ്റക്ട് ചെയ്തിരിക്കുന്ന എല്ലാ വൾണറബിൾ ആയിട്ടുള്ള പേലോഡ്സിനെയും ഇവിടെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, സോ ഇതിൽ വൾണറബിൾ ആയിരിക്കുന്ന എല്ലാ പേലോഡ്സും ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഫൈൻ.
സോ നമ്മളിവിടെ ls അടിച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ഇവിടെ output.txt എന്ന് പറഞ്ഞ നെയിമിൽ ഒരു ഫയൽ ഇവിടെ സ്റ്റോർഡ് ആണ്. ഇനി നമ്മളിതിനൊന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാലും ജസ്റ്റ് ഒന്ന് ക്യാറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം അതിൽ വർക്കായിരിക്കുന്ന പേയിലൂടെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു 3-4 മണിക്കൂർ എടുത്ത് ചെയ്യുന്ന ഒരു സ്കാന് അതിൻ്റെ റിസൾട്ട് നമുക്ക് ബൈ മിസ്റ്റേക്ക് ആയിട്ട് ടെർമിനൽ ക്ലോസ് ആവുകയോ അല്ലെങ്കിൽ ക്ലിയർ ആവുകയോ ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് കിട്ടും, അതിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന അല്ലെങ്കിൽ വർക്കാവുന്ന എല്ലാ പേലോഡ്സും നമുക്ക് ഈ ഒരു output.txt എന്ന് പറയുന്ന ഫയലിൽ സ്റ്റോർഡ് ആയിരിക്കും. അതിലൂടെ നമ്മൾ അതിലൂടെ നമുക്ക് പിന്നെയും എന്ത് ചെയ്യേണ്ട ആവശ്യം വരില്ല, ആയിട്ട് പിന്നെയും സ്കാൻ ചെയ്യേണ്ടതായിട്ട് വരില്ല. ഓക്കെ, സോ ഈ ഒരു ഓപ്ഷൻ വളരെ നല്ലൊരു പ്രാക്ടീസാണ്. അത് എക്സസ് വൈപ്സിൻ്റെ കേസ് മാത്രമല്ല, പെൻ ടെസ്റ്റിങ്ങിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു ടൂൾസിലും നല്ലൊരു പ്രാക്ടീസാണ്. കാരണം നമ്മൾ സ്കാൻ ചെയ്യാനായിട്ട് അത്രയും ടൈം എടുക്കുന്നുണ്ടെങ്കിൽ ഇത് അറിയാതെ ബൈ മിസ്റ്റേക്ക് ആയിട്ട് ക്ലോസ് ആയിപ്പോയാൽ നമ്മൾ വീണ്ടും ഇത് സ്കാൻ ചെയ്യേണ്ടതായിട്ട് വരും. സോ നമ്മൾ എക്സസ് വൈപ്സിലെ മെയിനായിട്ടുള്ള ഈ ഓപ്ഷൻസാണ് ഡിസ്കസ് ചെയ്തത്. -u, അതുപോലെ തന്നെ -f, -o, അതുപോലെ തന്നെ -waf എന്നുള്ള ഈ ഒരു ഓപ്ഷൻസാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. ഇനി അതുകൂടാതെ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിരുന്നു എക്സസ് വൈപ്സ് എന്ത് ചെയ്യുന്നുണ്ടോ അതിലേക്ക് മെയിനായിട്ട് ആ ഒരു ടാർജറ്റിലേക്ക് മെയിനായിട്ട് പല ക്യാരക്ടേഴ്സ് സെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ റെസ്പോൺസ് അനലൈസ് ചെയ്തുകൊണ്ട് അതിലേതൊക്കെയാണോ എലൗഡ് എന്നുള്ളതും അതിലേതൊക്കെയാണോ ഡിനൈഡ് എന്നുള്ളതും കണ്ടെത്തിയതിനു ശേഷം ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ റെസ്പോൺസ് എലൗഡ് ആയതും ഡിനൈഡ് ആയതും കണ്ടെത്തിയതിനു ശേഷം അതിൽ നിന്ന് ആ ഒരു payload.json എന്ന് പറഞ്ഞ ഫയലിൽ നിന്ന് എന്ത് ചെയ്യും, അതിനെ സോർട്ട് ഔട്ട് ചെയ്തിട്ടായിരിക്കും ചെക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു payloads.json ഫയൽ നമ്മളിവിടെ LS പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം payloads.json ഫയൽ ഇവിടെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു payload.json ഫയലിൽ ഇപ്പോൾ കറൻറ്റ്ലി നിലവിൽ എക്സസ് വൈപ്സിൽ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ പേലോഡ്സും ഇതിന് ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ നമുക്ക് കാണാം പേലോഡായിട്ട് എന്തുണ്ട്, ഈ ഒരു പേലോഡ് നമുക്ക് എക്സസിൻ്റെ പേലോഡായിട്ട് ഇവിടെ കാണാം. ഇതിൽ നമുക്ക് കറൻറ്റ്ലി 2 ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ ഇൻ കേസ് \= സിമ്പിളും അവിടെ സെൻഡ് ചെയ്തപ്പോൾ ആ ഒരു വെബ് സെർവർ അലോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പേലോഡ് ഇവിടെ ടെസ്റ്റ് ചെയ്യും. അതേസമയം ഈ 2 ക്യാരക്ടേഴ്സ് അവിടെ അലോ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, എക്സസ് വൈബ്സ് ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കില്ല. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും എക്സസ് വൈബ്സ് എന്ത് ചെയ്യുന്നത്, എക്സസ് വൈബ് പേലോഡ്സിനെ ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റു ടൂൾസിനെ അപേക്ഷിച്ച് എക്സസ് വൈബ്സ് വഴി ടൈം സേവ് ചെയ്യാനും കഴിയും. സോ ഇനി കേസ് ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു -waf യൂസ് ചെയ്യുന്ന ഓപ്ഷൻ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ -waf ശേഷം നമ്മളോട് ഒരു ഫയർ വാൾ കാണാം. അപ്പോൾ -waf എന്ന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇൻ കേസ് ആ ഒരു ടാർജറ്റിൽ ഒരു ഫയർ വാൾ ഡിറ്റക്റ്റ് ആയി, അത് ഈ ഒരു ഫയർ വാളാണ് ഡിമാൻഡ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ കാണുന്ന ഈ ഒരു ഫയർ വാളാണ് ഡിമാൻഡ് ചെയ്യുക. ഈ ഒരു ഫയർ വാളാണ് ഡിറ്റക്റ്റ് ആയിരിക്കുന്നതെങ്കിൽ ഈ ഒരു ഫയർ വാളിനെ ബൈപ്പാസ് ചെയ്യാനായിട്ടുള്ള ഈ ഒരു പേലോഡ് എന്ത് ചെയ്യും, ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ ഈ ഒരു ഫയർ വാൾ ഡിറ്റക്റ്റ് ചെയ്താൽ payloads.json ഫയലിൽ ഈ ഒരു ഒറ്റ പേലോഡ് മാത്രമായിരിക്കില്ല, ഈ ഒരു വാഫിൽ ഈ ഒരു പർട്ടിക്കുലർ ഫയർ വാളിൻ്റെ നെയിം വരുന്ന എല്ലാ പേലോഡ്സിനെയും ഇവിടെ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ ഈ ഒരു ഫയർ വാളിൻ്റെ പേരില്ലാത്ത ഇപ്പോൾ ക്ലൗഡ് ഫ്രണ്ട് അല്ലേ, അപ്പോൾ ഈ ഒരു പേലോഡ് നമുക്ക് എന്ത് ചെയ്യില്ല, ഈ ഒരു വാഫിൽ എക്സിക്യൂട്ട് ആവില്ല. ഇനി കേസ് ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫയർ വാൾ ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ ക്ലൗഡ് ഫ്രണ്ട് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, എക്സസ് -waf ശേഷം ഡിറ്റക്ട് ചെയ്തതെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ക്ലൗഡ് ഫ്രണ്ടിൻ്റെ ഈ ഒരു പേലോഡ്സ് ആയിരിക്കും ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ വാഫിൽ ക്ലൗഡ് ഫ്രണ്ട് ഉള്ളത് മാത്രം ഇവിടെ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും, ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് ഈ ഒരു payloads.json ഈ ഒരു ടെക്നിക്ക് വളരെ എഫിഷ്യൻ്റ് ആണ്. ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്ന ഈ ഒരു ടെക്നിക്ക് വളരെ എഫക്റ്റീവാണ്. സോ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാ പേലോഡ്സിനെയും ചെക്ക് ചെയ്യുന്നതിന് പകരം ഇവിടെ എല്ലാ പേലോഡ്സിനെയും ഒരു JSON ഫയലിലേക്ക് ആക്കാണ് ആ ഒരു പേലോഡ്. അതുപോലെ തന്നെ അതിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടേഴ്സ് ആയിരിക്കും നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, റെസ്പോൺസ് ചെക്ക് ചെയ്യുന്നത്. ആ റെസ്പോൺസിൽ ഈ ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും, എലൗഡ് ആണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ എലൗഡ് ആണെങ്കിൽ മാത്രം ഈ ഒരു പേലോഡിന് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. സോ ഈ ഒരു ടെക്നിക്ക് വളരെ എഫിഷ്യൻ്റ് ആണ്. പിന്നെ നമ്മൾ -waf യൂസ് ചെയ്യുന്ന സിനാരിയോകളാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് യൂസ് ചെയ്യും, ക്ലൗഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒറ്റ ഫയർ വാൾ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേലോഡിന് മാത്രം എക്സിക്യൂട്ട് ചെയ്യും, മറ്റുള്ള പേലോഡ്സിന് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ -waf അഥവാ ക്ലൗഡ് ഫ്രണ്ടിൻ്റെ ബൈപ്പാസിങ് പേലോഡ്സിനെ വേണം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നിലവിൽ എക്സസ് വൈബ്സിൽ വളരെ ചുരുക്കം പേലോഡ്സ് മാത്രമേ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം അതിലേക്ക് എല്ലാ പേലോഡ്സിനെയും ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിലേതെങ്കിലും ആ ഒരു പേലോഡ്സിൽ ഏതെങ്കിലും ഒന്നിന് നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ വണ്ടറബിൾ ആണെങ്കിൽ അതവിടെ ഡിറ്റക്ട് ചെയ്യും. പേലോഡ്സിനെ ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നോർമലായിട്ടുള്ള പേലോഡ്സിനെ ആഡ് ചെയ്യണം. ഇൻ കേസ് വെബ് ആപ്ലിക്കേഷൻ ഫയർവാളിനെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വെബ് ആപ്ലിക്കേഷൻ ഫയർവാളിനെ ബൈപ്പാസ് ചെയ്യാനായിട്ട് പേലോഡ്സും ആഡ് ചെയ്യണം. ആ ഒരു വെബ് ആപ്ലിക്കേഷൻ ഫയർവാളെ ഡിറ്റക്ട് ചെയ്യുന്നത് അത് ക്ലൗഡ് ഫ്രണ്ട് ആയിക്കോട്ടെ മറ്റേതൊരു ഫയർവാൾ ആയിക്കോട്ടെ അതിനുള്ള പേലോഡ്സ് നമ്മുടെ ഈ ഒരു payloads.jsonൽ ആഡ് ചെയ്യണം. അപ്പോൾ അതിനുള്ള റിസോഴ്സസ് കാര്യങ്ങളെല്ലാം ഞാൻ GitHubൽ പ്രൊവൈഡ് ചെയ്യാം.
അപ്പോൾ നമുക്കിവിടെ കാണാം ഇപ്പോൾ വാഫ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ്, ഒരു ടെക്സ്റ്റ് ഫയൽ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കിവിടെ യൂസ് ചെയ്യുന്ന ടാർഗറ്റിൽ യൂസ് ചെയ്യുന്ന എല്ലാ വാഫിൻ്റെയും ഒരു ലിസ്റ്റ് കിട്ടും. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് പേലോഡ്സിന് ബൈപ്പാസിങ് പേലോഡ്സ് ഒക്കെ പേലോഡ്സ് ഡോട്ട് ജേസണിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നിലവിൽ പേലോഡ്സ് ഡോട്ട് ജേസണിൽ നമുക്ക് കുറച്ച് പേലോഡ്സ് മാത്രമേ കണ്ടെയ്ൻ ചെയ്യുന്നുള്ളൂ അല്ലേ. ഈ ഒരു പേലോഡ്സ് ഡോട്ട് ജേസണിലേക്ക് നമുക്ക് പേലോഡ്സിനെ ആഡ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഉപയോഗിക്കാവുന്നൊരു ഫയലാണ് adder.py എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയലാണ്. അപ്പോൾ ഈ ഒരു ഫയൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പേലോഡ്സ് ഡോട്ട് ജേസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫയലിലേക്ക് അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പർട്ടിക്കുലറായിട്ട് പേലോഡ്സ് ഡോട്ട് ജേസൺ എന്ന് പറഞ്ഞ ഫയലിലേക്ക് നമുക്ക് പേലോഡ്സിനെ ആഡ് ചെയ്യാവുന്നതാണ്. സോ അതിനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് പേലോഡ്സിൻ്റെ ലിസ്റ്റാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പോർട്ട്സിഗറിൻ്റെ പേലോഡ്സ് ആണ്. പോർട്ട്സിഗറിൻ്റെ XSS പേലോഡ്സാണ്. ഇനി പോർട്ട്സിഗറിൻ്റെ മാത്രമല്ല, ഗിറ്റ്ഹബിൽ തന്നെ നമുക്ക് പല പേലോഡ്സും അവൈലബിൾ ആണ്. XSSൻ്റെ പേലോഡ് ബോക്സിൻ്റെ പേലോഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന മാക്സിമം പേലോഡ്സിൻ്റെ ഒരു ലിസ്റ്റ് അതിൻ്റെ റിസോഴ്സസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. സോ ഇവിടെ XSSൻ്റെ പേലോഡ്സിനെ നമുക്കിവിടെ ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ കാണാം. ഈ ഒരു പേലോഡ് നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഒരു പേലോഡും ആഡ് ചെയ്യും. അങ്ങനെ ഇതിൽ കാണുന്ന എല്ലാ പേലോഡ്സിനെയും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമ്മുടെ XSS പൈപ്സിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ പേലോഡ് ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓരോ പാരാമീറ്റർ ടെസ്റ്റ് ചെയ്യും അതിനനുസരിച്ച് ഇത്രയും പേലോഡ് നമ്മൾ ആഡ് ചെയ്യുന്ന കുറേ പേലോഡ്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പേലോഡ്സ് ഒരു പാരാമീറ്റർ ടെസ്റ്റ് ചെയ്യാനുള്ള ടൈം XSS പൈപ്സ് എടുക്കും. പക്ഷേ അതിലേതെങ്കിലും ഒന്നിന് വൾണറബിൾ ആണെങ്കിൽ അതവിടെ എന്താവും, ഷോൺ ആവും. ഓക്കെ, സോ ഞാനിവിടെ എല്ലാ പേലോഡ്സിനെയും കോപ്പി ചെയ്യാനായിട്ട് ഇവിടെ എനിക്കൊരു ബട്ടൺ ഉണ്ട്, കോപ്പി പേലോഡ്സ് ടു ക്ലിപ്പ് ബോർഡ് എന്നുള്ളത്. സോ ഞാനിതിൻ്റെ റിസോഴ്സസ് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ ഞാനിത് കോപ്പി ചെയ്തതിന് ശേഷം ഞാനിവിടെ എല്ലാ പേലോഡ്സും ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, സോ ഇവിടെ എല്ലാ പേലോഡ്സും പേസ്റ്റ് ആയിട്ടുണ്ട്. സോ നമ്മളിവിടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കുറേ പേലോഡ്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതിപ്പോഴും കറൻലി പേസ്റ്റിംഗ് ആണല്ലേ. ഇവിടെ നമുക്കൊരു ലിസ്റ്റ് ഓഫ് പേലോഡ്സ് തന്നെ ഇനിയും വരുന്നുണ്ട്. സോ ഈ ഒരു ലിസ്റ്റ് ഓഫ് പേലോഡ്സ് നമുക്ക് വേണ്ട. നമ്മളിപ്പോൾ കറൻലി ഒരു ചെറിയ പേലോഡ്സ് ആഡ് ചെയ്യുന്നുള്ളൂ. നമുക്കൊരു ഒറ്റ പേലോഡ് ആഡ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഫസ്റ്റത്തെ പേലോഡിനെ മാത്രം ആഡ് ചെയ്യാം. സോ ഒരു പേലോഡിനെ എങ്ങനെ നമുക്ക് ഈ ഒരു പേലോഡ് ഡോട്ട് ജേസണിലേക്ക് ആഡ് ചെയ്യുന്നത് ചെക്ക് ചെയ്യും. കാരണം ഈ ഒരു പേലോഡ് ഡോട്ട് ജേസണിലുള്ള പേലോഡ്സിനെ ആയിരിക്കും XSS വൈബ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അതെല്ലാ പേലോഡ്സിനെയും ചെക്ക് ചെയ്യില്ല, പകരം അതിൽ അലൗഡ് ആയിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്തിട്ട് അതിനുള്ള പേലോഡ്സിനെ മാത്രമായിരിക്കും ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഞാനിവിടെ ഇതിലേക്ക് പേലോഡ്സ് ഡോട്ട് ജേസണിലേക്ക് ഇതിൽ ആഡ് ചെയ്യാനായിട്ട് എനിക്ക് ഇവിടെ ഉപയോഗിക്കുന്ന ഫയലാണ് adder.py എന്ന് പറഞ്ഞ ഫയലാണ്. adder.py എന്ന് പറഞ്ഞ ഫയലാണ്. സോ ഇതിനായിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരൊറ്റ പേലോഡിനെ സ്പെസിഫൈ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ -p യൂസ് ചെയ്യാം. അല്ല, ഒരു ഫയലിൽ പേലോഡ്സിൻ്റെ ലിസ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, ആ ഒരു ഫയലിനെ യൂസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ -f യൂസ് ചെയ്യാം. അതല്ല, ഇതൊരു വാഫിനെ ബൈപ്പാസ് ചെയ്യാനായിട്ടുള്ള വാഫിനെ ബൈപ്പാസ് ചെയ്യാനായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, -w ഇവിടെ ഉപയോഗിക്കാം. എന്നിട്ട് ആ ഒരു വാഫിൻ്റെ പേര് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു വാഫ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാഫിനെ ബൈപ്പാസ് ചെയ്യാനായിട്ടുള്ള ഈ ഒരു പേലോഡ്സും എക്സിക്യൂട്ട് ആവും. സോ ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ adder.pyന് ശേഷം ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യണം -p എന്നുള്ളത്. -pക്ക് ശേഷം എനിക്കിപ്പോൾ ആഡ് ചെയ്യേണ്ടത് ഈ ഒരു പേലോഡാണെന്ന് മെയിൻ ചെയ്യും. ഞാൻ ആ ഒരു പേലോഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പേലോഡിന് ഒന്നല്ലെങ്കിൽ ഡബിൾ കോഡ്സിലോ അല്ലെങ്കിൽ സിംഗിൾ കോഡ്സിനുള്ളിൽ വേണം നിങ്ങളത് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഞാനതിവിടെ പ്രൊവൈഡ് ചെയ്തിട്ട് ഞാനിവിടെ എൻ്റർ ക്ലിക്ക് ചെയ്യുകയാണേ. ഇത് എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പേലോഡ് എന്താവും, നമ്മൾ ഇത് ഒരു ഫയലിലേക്ക് ആഡ് ആവുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഫയലിലേക്ക് നമ്മൾ എന്തായിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കലി ആഡ് ആയിട്ടുണ്ട്. അങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ മാനുവലി പേലോഡ് ഡോട്ട് ജേസണിലേക്ക് ഇതിൽ ലെസ് സിമ്പിൾ ഉണ്ട് എന്നുള്ള ഇതിലുള്ള ക്യാരക്ടേഴ്സിനൊന്നും മാനുവലി നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് ആവശ്യം വരുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലി ഇൻ്റലിജൻ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു adder.pyയിൽ നിന്ന് പേലോഡ് ജേസണിലേക്ക് ആഡ് ആവുന്നുണ്ട്. ഇന്ന ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്. ഈ ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അലൗഡ് ആണെങ്കിൽ ഈ ഒരു പേലോഡിനെയും കൂടി എക്സിക്യൂട്ട് ആവണമെന്ന് ഓട്ടോമാറ്റിക്കലി ഇതിൽ വരുന്നുണ്ട്. സോ നമ്മളിനി ആ ഒരു പേലോഡ് ഡോട്ട് ജേസൺ ഇവിടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്ന അതേ സെയിം പേലോഡ് ഇപ്പോൾ കറൻലി പേലോഡ് ഡോട്ട് ജേസണിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പേലോഡും കൂടി എന്ത് ചെയ്യും, XSS വൈബ്സ് ടെസ്റ്റ് ചെയ്യും. ഇതിൽ അലൗഡ് ആയിരിക്കുന്ന ഇതിൽ യൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഇതൊക്കെയാണ്. സോ ഇൻ കേസ് ഇതിലെ റെസ്പോൺസിൽ ആ ഒരു സെർവറിൽ നിന്നുള്ള റെസ്പോൺസിൽ ഈ ഒരു ക്യാരക്ടേഴ്സും അലൗഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പേലോഡ് എന്ത് ചെയ്യും, ഇവിടെ എക്സിക്യൂട്ട് ആവും. അല്ല എന്നുണ്ടെങ്കിൽ ഇതവിടെ എക്സിക്യൂട്ട് ആവില്ല. വാഫോടെ നള്ളാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വാഫിനെ ബൈപ്പാസ് ചെയ്യാനായിട്ടുള്ള പേലോഡല്ല. വാഫിനെ ബൈപ്പാസ് ചെയ്യാനുള്ള പേലോഡ്സ് നമുക്ക് സെപ്പറേറ്റ്ലി ചെക്കൗട്ട് ചെയ്യാം. ഇനി നമ്മളൊരു പേലോഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് -p യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. പക്ഷേ നമുക്കിവിടെ ലിസ്റ്റ് ഓഫ് പേലോഡ്സിൽ കുറേ പേലോഡ്സ് നമുക്കിവിടെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടല്ലേ. ഇതിൽ കുറച്ച് പേലോഡ്സിന് മാത്രം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതല്ലെങ്കിൽ ഈ ഒരു പേലോഡ്സിന് മുഴുവനായിട്ട് ആഡ് ചെയ്യണം. ഞാനിപ്പോൾ മുഴുവനായിട്ട് ആഡ് ചെയ്യുന്നില്ല, കാരണം അതിന് നല്ല ടൈം കൺസ്യൂം ചെയ്യും. സോ അതുകൊണ്ട് ഞാനിവിടുന്ന് കുറച്ച് പേലോഡ്സിന് മാത്രമായിട്ട് ഇവിടെ എന്ത് ചെയ്യാണ്, കോപ്പി ചെയ്യണം.
അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മുഴുവനും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലം കൂടി ഞാൻ പറഞ്ഞുതരാം. നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ടൈം അവിടെ കൺസ്യൂം ചെയ്യും. പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് അതിലേതെങ്കിലും ഒന്ന് വൾണറബിൾ ആണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യും. മാക്സിമം അവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും വെബ് ആപ്ലിക്കേഷൻ വൾണറബിൾ ആണെങ്കിൽ അത് അവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പേലോഡ്, അതുകൊണ്ട് തന്നെ അതിനെ ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, സോ ഞാൻ ഈ ഒരു പേലോഡ്സിനെ മാത്രമാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ മുഴുവൻ പേലോഡിൻ്റെ ഫയൽസിനെയും ഇവിടെ ഇതുപോലെ ഒരു ടെക്സ്റ്റ് ഫയൽ സേവ് ചെയ്യാൻ ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ഫയൽ സേവ് ചെയ്യുന്നുണ്ട്. ഇവിടെ പേലോഡ്സ് അല്ലെങ്കിൽ പോർട്ട് ഫിഗർ എന്ന് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. പോർട്ട് ഫിഗർ .txt എന്ന് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നു. പോർട്ട് ഫിഗറിൻ്റെ പേലോഡ്സ് അല്ല, അതിലെല്ലാ പേലോഡ്സും ഇല്ല, കുറച്ച് പേലോഡ്സിന് മാത്രമാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. സോ ആ ഒരു പേലോഡ്സിന് ഞാനിവിടെ LS പ്രൊവൈഡ് ചെയ്യുന്ന ഞാനിവിടെ ചെക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ കാണാം പോർട്ട് ഫിഗർ .txt എന്ന് പറഞ്ഞുള്ള ആ ഒരു ഫയൽ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ ഞാൻ കാറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു പേലോഡ്സ് കാണാം. അപ്പോൾ ഇതിനെയാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ പേലോഡ്സിന് ആഡ് ചെയ്യാനായിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം, ഒരു ഫയലിൽ നിന്ന് അതിൻ്റെ പേലോഡ്സിന് ആഡ് ചെയ്യാനായിട്ട് നമുക്കിവിടെ -F എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഉപയോഗിക്കാം. F എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചതിന് ശേഷം നമുക്കിവിടെ എന്താ പ്രൊവൈഡ് ചെയ്യേണ്ടത്, ആ ഒരു പേലോഡ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഫയലിൻ്റെ നെയിമാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം ആ ഒരു പേലോഡ്സ് ആഡ് ആയി എന്നുള്ളത്. പക്ഷേ നിങ്ങൾ പോർട്സുകളുടെ മുഴുവൻ പേലോഡ്സിനും ഇവിടെ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ഇത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ആവില്ല. നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷൻ അവിടെ കാണിക്കില്ല, ബ്ലാങ്ക് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അത് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് കാണിക്കൂ. അത് അത്യാവശ്യം നല്ല രീതിയിൽ ടൈം എടുക്കും. സോ ടെർമിനൽ അത് ആഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ടെർമിനൽ ക്ലോസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. സോ adder.py യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു പോർട്സുകളുടെ പേലോഡ്സ് ഇവിടെ കറൻ്റ്ലി ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യാം. നമ്മളിപ്പോൾ നിലവിൽ ആഡ് ചെയ്ത പേലോഡ്സ് ഇപ്പോൾ ഇതിൽ വന്നിട്ടുണ്ടാകും. ഈ ഒരു പേലോഡ്സ്.jsonൽ വന്നിട്ടുണ്ടാകും. അങ്ങനെ പേലോഡ്സ്.jsonലുള്ള പേലോഡ്സിനെയാണ് ഇവിടെ എന്ത് ചെയ്യുക, പേലോഡ്.jsonലുള്ള പേലോഡ്സിനെയാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുള്ളൂ. അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ പേലോഡ്.jsonലുള്ള പേലോഡ്സിനെയാണ് ഇവിടെ എന്ത് ചെയ്യുക, എക്സസ് വൈബ്സ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് എന്തെങ്കിലും ഒരു പേലോഡ്സ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ലിങ്ക്ഡിൻ സ്ക്രോൾ ചെയ്യുകയാണ്. അപ്പോൾ ലിങ്ക്ഡിനിലൊക്കെ മെയിനായിട്ട് ലിങ്ക്ഡിനോ മറ്റേ മീഡിയമോ അങ്ങനെ എന്തെങ്കിലും ഒരു ആർട്ടിക്കിളോ കാര്യങ്ങളോ നിങ്ങൾ ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ പലപ്പോഴും റിപ്പോർട്ട്, ലിങ്ക്ഡിനിലൊക്കെ ആണെങ്കിൽ പലപ്പോഴും റിപ്പോർട്ടായിട്ട് അവർ സെൻഡ് ചെയ്യും. അതായത് എനിക്കിങ്ങനെ വാഫിനെ ബൈപ്പാസ് ചെയ്തോ, ഞാൻ ഇന്ന പേലോഡാണ് യൂസ് ചെയ്യുന്നവർ പോസ്റ്റിലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളത് കാണുമ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു പേലോഡ് കോപ്പി ചെയ്തിട്ട് നമ്മൾ എക്സസ് വൈബ്സിലേക്ക് ആഡ് ചെയ്താൽ മതി. അങ്ങനെ കിട്ടുന്ന എല്ലാ പേലോഡ്സിനെയും വാഫിനെ ബൈപ്പാസ് ചെയ്യുന്നതായാലും, വാഫിനെ ബൈപ്പാസ് ചെയ്യുന്ന പേലോഡ്സ് എങ്ങനെ ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ കിട്ടുന്ന എല്ലാ പേലോഡ്സിനെയും നിങ്ങൾ എന്ത് ചെയ്യും, ഇതുപോലെ എക്സസ് വൈബ്സിലേക്ക് ആഡ് ചെയ്ത് പോയാൽ പേലോഡ്സ്.jsonൻ്റെ മാക്സിമം എല്ലാ വർക്കിംഗ് ആയിട്ടുള്ള പേലോഡ്സും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എന്തായാലും കൺസ്യൂം ആവും. പക്ഷേ അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു പേലോഡിന് വൾണറബിൾ ആണെങ്കിൽ അതിവിടെ ഡിറ്റക്റ്റഡ് ആകും. ഓക്കെ, സോ പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നല്ല ടൈം എടുത്തിട്ടായിരിക്കും. ഇപ്പോൾ കുറച്ച് ടാർഗറ്റൊക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടൈം എടുക്കും. പ്രത്യേകിച്ച് പേലോഡ്സ്.jsson നിങ്ങൾ നല്ല രീതിയിൽ അപ് ടു ഡേറ്റഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ, പേലോഡ്സ് മാക്സിമം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ അതുകൊണ്ട് ഇതിനൊരു ഫയലിലേക്ക് സേവ് ചെയ്യാനുള്ള -O ഓപ്ഷൻ അത് യൂസ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള adder.pyയിൽ ഒരു സിംഗിൾ പേലോഡും അതുപോലെ തന്നെ ഒരു ഫയലിലും ആഡ് ചെയ്യാനായിട്ടാണ് അല്ലേ. ഒരു ഫയലിൽ പേലോഡ്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പേലോഡ്സിൻ്റെ ഫയലിൽ നിന്ന് അതിന് പേലോഡ്സിന് ആഡ് ചെയ്യാനായിട്ട്. പക്ഷേ ഇൻ കേസ് നമുക്കൊരു വെബ് ആപ്ലിക്കേഷൻ ഫയർവാളിൻ്റെ പേലോഡ്സിന് ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഉപയോഗിക്കാവുന്ന ഓപ്ഷനാണ് -W എന്നുള്ളത്. സോ അതിനായിട്ട് നമുക്ക് വെബ് ആപ്ലിക്കേഷനെ ബൈപ്പാസ് ചെയ്യുന്ന പേലോഡ്സ് വേണം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വാഫ് എക്സസ് ബൈപ്പാസ് പേലോഡ്സ് എന്നുള്ളത്. ഞാൻ ഗിറ്റ്ഹബിൽ തന്നെ എടുക്കുകയാണേ. ഇവിടെ കുറേ നമുക്ക് വാഫിൻ്റെ ബൈപ്പാസ് ചെയ്യാനായിട്ടുള്ള പല പേലോഡ്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, ഫൈൻ. ഇവിടെ നമുക്ക് അക്കാമൈ ഫയർവാൾ വെബ് ആപ്ലിക്കേഷൻ്റെ ബൈപ്പാസ് ചെയ്യാനായിട്ടുള്ള എക്സസ് പേലോഡ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ക്ലൗഡ് ഫ്ലയറിന് ബൈപ്പാസ് ചെയ്യാനുള്ള എക്സസ് പേലോഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. ക്ലൗഡ് ഫ്രണ്ടിന് ബൈപ്പാസ് ചെയ്യാനായിട്ടുള്ളത്. അങ്ങനെ ഇവിടെ നിലവിൽ കുറച്ച് പേലോഡ്സ് ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു പേലോഡ്സ് എന്തിനായിരുന്നു, ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വേർഡ് ഫ്രണ്ട്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, വേർഡ് ഫ്രണ്ട്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഫയർവാളിനെ ബൈപ്പാസ് ചെയ്യാനുള്ള പേലോഡ്സ് ആണ് ഇതിലുള്ളത്. സോ ഇതിലുള്ള ആ ഒരു ഫയർവാളിനെ ബൈപ്പാസ് ചെയ്യാനായിട്ടുള്ള പേലോഡ്സ് ആണ് ഇത് നിലവിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്, ഈ ഒരു ഫയൽസിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. സോ നമുക്കിതിനെ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഞാനിപ്പോൾ വേർഡ് ഫെൻസിനെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുകയാണേ. വേർഡ് ഫെൻസിന് ആഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഇത്രയും പേലോഡ്സ് ആണ് വേർഡ് ഫെൻസിനെ ബൈപ്പാസ് ചെയ്യാനായിട്ട് നമുക്കുള്ളത്. നിലവിൽ ഒരു ഗിറ്റ്ഹബിൻ്റെ റിസോഴ്സിലുള്ളത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാനിതിൻ്റെ ലിങ്കൊക്കെ വാഫിൻ്റെ ഈ ഒരു ലിങ്ക് ഗിറ്റ്ഹബിൻ്റെ റിസോഴ്സിൻ്റെ ലിങ്കൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ലിങ്ക്ഡിൻ സ്ക്രോൾ ചെയ്യുമ്പോൾ ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ നിലവിലുള്ള പല പേലോഡ്സ് നിങ്ങൾക്ക് കാണാം. അതെല്ലാം എക്സസ് വൈബ്സിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. സോ ഞാനിവിടെ ജസ്റ്റ് ഇനി എന്ത് ചെയ്യുന്നുണ്ട്,
ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് നമ്മൾ ഏത് ഫയർവാളായിരുന്നു, വേർഡ് ഫെൻസ് അല്ലേ. അപ്പോൾ വേർഡ് ഫെൻസ് ഫയർവാളിനായിട്ട് ഞാനിവിടെ വേർഡ് ഫെൻസ് .txt എന്ന് പറഞ്ഞ ഫയലിൽ ഞാനിവിടെ വേർഡ് ഫെൻസിനെ ബൈപ്പാസ് ചെയ്യാനുള്ള പേലോഡ്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ നമ്മൾ ഇതിലേക്ക് നമ്മൾ ജേസൺ ഫയലിലേക്ക് ആഡ് ചെയ്യണം. അങ്ങനെ ജേസൺ ഫയൽ ആഡ് ചെയ്താൽ എന്ത് ചെയ്യും, അതവിടെ എക്സസ് വൈബ്സ് റൺ ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ അതിനായിട്ട് -f ആണ്. ഇതൊരു നമുക്കൊരു സിംഗിൾ പേലോഡായിട്ട് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. -p അല്ലെങ്കിൽ -f ആയിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതൊരു ഫയലിൽ നിന്ന് അവിടെ ഇൻപുട്ട് ചെയ്യും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വേർഡ് ഫെൻസ് .txt, അത് വേർഡ് ഫെൻസിനെ ബൈപ്പാസ് ചെയ്യാനുള്ള ഫയർവാളാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ഒരു ഫയർവാളിനെ ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു വാഫിനെ ബൈപ്പാസ് ചെയ്യാനുള്ള പേലോഡ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഡയറക്റ്റായിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്ത് അതൊരു നോർമൽ പേലോഡായിട്ട് കൺസിഡർ ചെയ്യൂ. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് -w എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ യൂസ് ചെയ്യണം. -w എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് യൂസ് ചെയ്താൽ പോരാ, അത് ഏത് ഫയർവാളിനെ ബൈപ്പാസ് ചെയ്യാനുള്ള പേലോഡാണെന്നും കൂടി നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഏതായിരുന്നു ഫയർവാൾ, വേർഡ് ഫെൻസ് ആണല്ലേ. അപ്പോൾ ഈ ഒരു വേർഡ് ഫെൻസ് ഫയർവാളിനെ ബൈപ്പാസ് ചെയ്യാനായിട്ട് ഞാനിവിടെ എന്ത് ചെയ്തു, വേർഡ് ഫെൻസ് എന്ന് പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ എപ്പോൾ ഈ ഒരു നമ്മൾ ഐഫോൺ വാഫ് യൂസ് ചെയ്ത് എക്സസ് വൈബ്സ് സ്കാൻ ചെയ്യുന്ന ടൈമിൽ എപ്പോൾ വേർഡ് ഫെൻസ് എന്ന് പറഞ്ഞ ഫയർവാൾ ഡിറ്റക്ട് ചെയ്താലും ഈ ഒരു വേർഡ് ഫെൻസിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്ന നിലവിലുള്ള എല്ലാ പേലോഡ്സിനെയും അതെന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. ഞാനിവിടെ എൻ്റർ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, അതിപ്പോൾ നിലവിൽ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് പേലോഡ്സ്.json ഫയലിൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാം വാഫ് വേർഡ് ഫെൻസ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആഡ് ചെയ്തപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഈ ഒരു പേലോഡ്, ഈ ഒരു നിലവിലുള്ള ഈ ഒരു എക്സസിൻ്റെ പേലോഡ് എന്തുകൊണ്ട് വേർഡ് ഫെൻസ് ഫയർവാൾ അലൗഡാണ്. വേർഡ് ഫെൻസ് ഫയർവാൾ എനബിൾ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ വേർഡ് ഫെൻസ് ഫയർവാൾ നമ്മൾ എപ്പോഴെങ്കിലും ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞ സ്കാനിങ് ടൈമിൽ ഈ ഒരു നിലവിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത പേലോഡ്സിന് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇതിലുള്ള എല്ലാ പേലോഡ്സിനെയും ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ വേർഡ് ഫെൻസിന് മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത്, പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് അക്കാമി, ക്ലൗഡ് ഫ്ലയർ, അങ്ങനെയുള്ള ക്ലൗഡ് ഫ്രണ്ട്, ഇങ്ങനെയുള്ള എല്ലാ വാഫിൻ്റെയും പേലോഡ്സിന് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഈ ഒരു ഗിറ്റ്ഹബ് പേജ് മാത്രമല്ല, നമുക്ക് പല ഗിറ്റ്ഹബ് പേജസ് ആയാലും പല റിസോഴ്സസ് ആയാലും വേർഡ് ഫെൻസിന് വാഫിനെ ബൈപ്പാസ് ചെയ്യാനുള്ള പേലോഡ്സിൻ്റെ ലിസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ മാക്സിമം റിസോഴ്സസ് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുമാത്രമല്ല നമ്മൾ ലിങ്ക്ഡിൻ അങ്ങനെയുള്ള എല്ലാത്തിലും നമുക്കത് അവൈലബിൾ ആയിരിക്കും. സോ അങ്ങനെ കാണുകയാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നീട് എന്ത് ചെയ്യുക, നമ്മുടെ എക്സസ് വൈബ്സിലേക്ക് ആഡ് ചെയ്യുക. സോ മാക്സിമം നമ്മൾ ഇതുപോലുള്ള പേലോഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ യൂസ് കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റിംഗ് ടൈമിൽ ഒരെണ്ണം പോലും നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് വിട്ടുപോകില്ല. ഓക്കെ, സോ ഇനി നമ്മൾ മെയിനായിട്ട് ഈ ഒരു എക്സസ് വൈബ്സ് റൺ ചെയ്യുമ്പോൾ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത ഓരോ പേലോഡ്സിനെ അത് എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ വേർഡ് ഫെൻസിൻ്റെ ഒരു ഫയർവാളിൻ്റെ പേലോഡ്സിന് ആഡ് ചെയ്തിരുന്നു, അതുപോലെ നിങ്ങൾക്ക് ഓരോ വാഫിൻ്റെയും ആഡ് ചെയ്യാം. അങ്ങനെ വാഫിൻ്റെ മാത്രമല്ല നോർമലായിട്ടുള്ള പോഡ് സിഗറിൻ്റെയും പേലോഡ് ബോക്സിൻ്റെയും അങ്ങനെയുള്ള എല്ലാ പേലോഡ്സും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ വാഫിനെ ബൈപ്പാസ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് പേലോഡ്സും ആഡ് ചെയ്യാം. അതിനുള്ള ഡിസ്ക്രിപ്ഷൻ ഞാൻ മാക്സിമം അതിനുള്ള റിസോഴ്സസ് ഞാൻ മാക്സിമം ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളിതായിട്ടും റിസർച്ച് ചെയ്യുക, എന്നിട്ട് മാക്സിമം റിസോഴ്സ് കളക്ട് ചെയ്തിട്ട് അതും വഴിയും ടെസ്റ്റ് ചെയ്യാം. സോ മാക്സിമം എന്ത് ചെയ്യുക, ഈ ഒരു പേലോഡ്.jsonലേക്ക് നിങ്ങൾ എല്ലാ പേലോഡ്സിനെയും ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇതിനെ എക്സിക്യൂട്ട് ചെയ്താൽ മതി. അത് എക്സസ് വൈബ്സ് ജസ്റ്റ് ആ ഒരു ടാർഗറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് വാഫും കൂടി ഇൻക്ലൂഡ് ചെയ്തേക്ക്, എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും ആ ഒരു എൻ്റയർ നമ്മളിവിടെ ഇപ്പോൾ പേലോഡ്.jsonൽ നമ്മൾ ഏതൊക്കെ പേലോഡ്സ് ആഡ് ചെയ്തോ അങ്ങനെയുള്ള പേലോഡ്.jsonലുള്ള എല്ലാ പേലോഡ്സും ഇൻ്റലിജൻ്റ് ആയിരിക്കും ചെക്ക് ചെയ്യുക. എങ്ങനെയായിരിക്കും അതിൻ്റെ റെസ്പോൺസ് അനലൈസ് ചെയ്തിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ള പേലോഡ്സിനെ മാത്രം സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിനെ മാത്രം ഇവിടെ എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേതെങ്കിലും ഒന്ന് വൾണറബിൾ ആണെങ്കിൽ നമുക്കത് ഷോ ഓൺ ചെയ്യും. ഓക്കെ, സോ അതിലൂടെ നമുക്കൊരു വെബ് ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഒരു പേലോഡിന് വൾണറബിൾ ആണോ എന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയും. അങ്ങനെ എന്തെങ്കിലും വൾണറബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു വെബ് ആപ്ലിക്കേഷനുമായിട്ട് സെക്യൂരിറ്റി ടീമുമായിട്ട് ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെ ഈ ഒരു ടൂൾ നമുക്ക് ബഗ് ഹണ്ടിങ്ങിനും അതുപോലെ തന്നെ പെൻ ടെസ്റ്റിങ്ങിനും നമുക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ്. സോ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഉണ്ടായിരിക്കും. സോ നമ്മളിനി മെയിനായിട്ട് ഇനി അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് റീകോൺ ടൂൾസ് ആയിരിക്കും. സോ ഈ ഒരു ടൂളിൽ നമ്മൾ ഇനി മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് എങ്ങനെ ഒരു എക്സസ് വൈബ്സ് എങ്ങനെയാണ് യൂണീക്ക് ആവുന്നത്, അതുപോലെ തന്നെ എക്സസ് വൈബ്സിൽ നമുക്കൊരു ടാർജറ്റ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം, ഒരു ഫയലിലുള്ള ടാർജറ്റ്സ് നമുക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം, അതുപോലെയുള്ള കേസസ്, പിന്നെ അതുപോലെ തന്നെ വാഫിനെ എങ്ങനെ ബൈപ്പാസ് ചെയ്യാനുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇനി പേലോഡ്സിന് എക്സ്റ്റേണലായിട്ട് നമുക്ക് എക്സസ് വൈബ്സിലേക്ക് എങ്ങനെ ആഡ് ചെയ്യാം, വാഫിനെ ബൈപ്പാസ് ചെയ്യുന്ന നോർമൽ പേലോഡ്സ് ഒഴികെ വാഫിനെ ബൈപ്പാസ് ചെയ്യുന്ന പേലോഡ്സിന് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം, ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളോട് ചെക്ക് ചെയ്തത്. അപ്പോൾ പാരാമീറ്റേഴ്സിനെ ഹണ്ട് ചെയ്യുന്ന
എങ്ങനെ പാരാമീറ്റേഴ്സ് നമുക്കിവിടെ പാരാമീറ്റേഴ്സ് വേണമല്ലേ, ഓരോ വെബ് ആപ്ലിക്കേഷന് പാരാമീറ്റേഴ്സ് വേണം, അതിന് വെച്ചാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. സോ പാരാമീറ്റേഴ്സിനെ എങ്ങനെ ഹണ്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ കമൻറ്റ് ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുക, റീകോൺ സെഷൻ അല്ലെങ്കിൽ പാരാമീറ്റർ സെഷൻ എന്ന് പറഞ്ഞിട്ട് പ്രൊവൈഡ് ചെയ്യുക. സോ ഞങ്ങളത് റെസ്പോൺസ് ചെക്ക് ചെയ്യും, അതിനനുസരിച്ച് നമ്മൾ നെക്സ്റ്റ് പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അടുത്തൊരു വീഡിയോ പബ്ലിഷ് ചെയ്യും പാരാമീറ്റേഴ്സ് ഹണ്ടിങ്ങിനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാരാമീറ്റർ ഹണ്ടിങ്ങും ഈ ഒരു എക്സസ് വൈബ്സും കമ്പൈൻ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാം. സോ ഹാപ്പി ഹണ്ടിങ്.